ഗോവയിൽ നിന്നുള്ള ടഗ് ബോട്ട് ഘടിപ്പിച്ച ഡ്രഡ്ജർ ഗംഗാവലി ദുരന്തമുഖത്തെത്തി. നിലവിൽ ഡ്രഡ്ജർ ഉറപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വൈകിട്ടോടെ തെരച്ചിൽ ആരംഭിക്കും. സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെടുത്താണ് ആദ്യഘട്ടത്തിൽ പരിശോധന. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഇപ്പോൾ ദുരന്തമുഖത്തെത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നതാണ് ഡ്രഡ്ജർ. ഇവിടെ ഈ ഡ്രഡ്ജർ ഉറപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഇതിലെ കപ്പലിലെ ഈ ഡ്രഡ്ജറിലെ ജീവനക്കാരുള്ളത്. പ്രധാനമായും മണ്ണ് കോരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിറ്റാജി സംവിധാനം, അതുപോലെ തന്നെ മണ്ണ് കോരി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെസൽ സംവിധാനം, ഈ മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ വലിയ ഭാരമേറിയ വസ്തുക്കളും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്രെയിൻ സംവിധാനം, ഈ 3 സംവിധാനങ്ങൾ അടങ്ങുന്നതാണ് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്നത്. ഈ ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോട് കൂടി തന്നെ ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കമ്പനി അധികൃതരുള്ളത്. നേരിയ രീതിയിൽ ചാറ്റൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജലത്തിന്റെ നീരൊഴുക്ക് എന്ന് പറയുന്നത് 1 നോട്ട്സിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ദൗത്യം എത്രയും വേഗം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വിശ്വസിക്കുന്നത്. നാളെയോടുകൂടി തന്നെ ഇത്തരത്തിൽ ലോറിയുടെ ഭാഗത്തേക്ക് എത്തിച്ചേരാനാകുമെന്നൊരു പ്രതീക്ഷയും ഈ കമ്പനി അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ സൂചന ലഭിച്ചിട്ടുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇത്തരത്തിൽ പരിശോധന നടത്തുക. അതിനുശേഷം ഇത്തരത്തിൽ ലക്ഷ്മണൻ നായകിൻ്റെ കട കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. മലയാളിയായ ഡ്രൈവർ അർജുന് പുറമെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ചിട്ടുള്ളത്. 10 ദിവസത്തെ ദൗത്യമാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ 10 ദിവസത്തെ ദൗത്യത്തിൽ പ്രധാനമായും ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും നീക്കം ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകും. ഈ ദൗത്യത്തിൽ മറ്റ് പ്രധാനപ്പെട്ട NDF-ന്റെ ഉദ്യോഗസ്ഥരും നാവികസേനയുടെ ഉദ്യോഗസ്ഥരും SDRF-ന്റെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. മറ്റ് സാങ്കേതിക നടപടികളും സാമ്പത്തിക നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്രയും വേഗം അർജുനെയും മറ്റ് കാണാതായവരെയും കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. അതിനുമായിട്ടുള്ള അവസാനഘട്ട തെരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്തായാലും അർജുൻ ഉൾപ്പെടെ കാണാതായവരെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, തിരൂർ.